വൈകുന്നേരം സമയം 5 മണിയായി. വൈകുന്നേരം ചായയും എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. അപ്പോൾ നേരെ വിട്ടു. ഇവിടെ തറ മുതൽ ചൈനാക്കളെ വരെ മിക്ക ചായക്കടകളും പിന്നെ ഗ്യാസ് സമരം കാരണം കൂടുതൽ ഭക്ഷണങ്ങളൊന്നും കിട്ടാനില്ല. നേരെ ഇവിടെ പോയി അടാറ് തട്ടുകടയിലെ അടുത്തേക്ക്. അവിടെ ഉള്ളത് വൈവിധ്യങ്ങളായ വിഭവങ്ങളുടെ ഒരു ശേഖരം തന്നെ. ഇപ്പം തറ മുതൽ ചൈനാക്കടകളിൽ മിക്ക ചായക്കടകളും മിക്ക ദിവസങ്ങളിൽ ലീവ് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട്. അപ്പോൾ നല്ല ചായയും നല്ല ഫുഡും കഴിക്കണമെങ്കിൽ നേരെ അടാറ് തട്ടുകടയിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതാണ് അടാറ് തട്ടുകട. ഇത് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ നേരെ തെക്ക് ഭാഗത്താണ്. അവിടെ നമ്മൾ ഭയങ്കര തിരക്കാണ്, നല്ല റഷാണ്. പിന്നെ നല്ല ഹൃദ്യമായ സ്വീകരണമാണ് ഇതിൻ്റെ ഉടമ, ഇദ്ദേഹമാണ്. പിന്നെ ഇപ്പോഴും ഉണ്ടാക്കുന്നത് ഇറച്ചി പത്തിരിയാണ്. പത്തിരി നമ്മൾ പരമ്പരാഗത രീതിയിൽ തന്നെ പരത്തി ഇറച്ചി മസാലകൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് എണ്ണയിലിട്ട് ഒരു അസാധ്യ ടേസ്റ്റാണ്. ഒരു അരമണിക്കൂർ കഴിയണം, അപ്പോഴേക്കും അത് തയ്യാറല്ല. ഇത് ഈ ബഷീർക്കാണ് ഉണ്ടാക്കുന്നത്, നല്ല ഷെഫാണ്. ഇദ്ദേഹം ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാത്തരം കടികളെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ചായ നല്ല കുഴമ്പുള്ള നല്ല ഡബിൾ സ്റ്റീം ചായ, മുട്ട പുഴുങ്ങിയത്. ആളുകളിങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല തിരക്കാണ്. ഒരു മിനിമം സൗകര്യമാണ്. ഇതിൻ്റെ ഓണറിന് ചായ കൊടുക്കുന്നു. ചായ കുഴമ്പുകളിൽ ചായ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കപ്പിയുണ്ട്, മീൻ ഫ്രൈയുണ്ട്, ബിരിയാണിയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. എന്ത് പക്ഷേ നല്ലതാണ്. കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൽ തന്നെ കൊണ്ടിട്ട് 2 പേര് ഷെയർ ചെയ്ത് കഴിക്കുന്ന ആ സ്നേഹം സൗഹൃദത്തിൻ്റെ കാഴ്ചയും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒരു പ്ലേറ്റിൽ നിന്ന് 2 സ്പൂണിട്ട് കഴിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2 സുഹൃത്തുക്കൾ ആ സായാഹ്നങ്ങളിൽ ആ സൗഹൃദം പങ്കുവെക്കലാണ് കാണുന്നത്. കേട്ടോ, ചായ പാലിങ്ങനെ വെട്ടി തിളക്കുന്ന പാലിലേക്ക് നല്ല ഗ്ലാസ്സിൽ സ്റ്റെറിലൈസ് ചെയ്ത് ഡബിൾ സ്റ്റീം ആക്കിയിട്ടാണ് ചായ എടുക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇനി മറ്റൊന്നാണ് ഇവിടുത്തെ ഹൃദ്യമായ പെരുമാറ്റമാണ്. ഇതിൻ്റെ മുഖം കണ്ടാൽ തന്നെ നമ്മൾ ഹോട്ടലിലേക്ക് കയറി ചെല്ലും. ചിലയാളെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ചായക്കടയിലേക്ക് പോകൂല. എണ്ണക്കടികളിൽ ഇഷ്ടം പോലെ നിരത്തി എല്ലാം ഇവിടുന്ന് തയ്യാറാക്കുന്നതാണ്. പത്തിരി, ബോണ്ട, സൂഗിന്, ഉണ്ടക്കൈ, പലവരായിട്ട് ഇറച്ചി, പരിപ്പുവട, സമോസ, ഇറച്ചി പത്തിരി, എല്ലാ ഐറ്റംസും. ആ ബിരിയാണി, എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? ഓക്കെ.